വാർത്തകളിലേക്ക് തിരികെ 1964 പാർട്ടി പിളർപ്പിന് പിന്നിൽ വിദേശ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇടപെടൽ ഉണ്ടെന്ന് സംശയിക്കുന്നതായി മുതിർന്ന CPI നേതാവും മുൻ മന്ത്രിയുമായ സി ദിവാകരൻ. പാർട്ടി പിളർന്ന സംഭവം ഇപ്പോഴും തന്നെ അലട്ടുകയാണെന്നും വിദേശ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്നും സി ദിവാകരൻ പറഞ്ഞു. കേരള വിഷൻ ന്യൂസിൻ്റെ ട്രൂ കോളർ പരിപാടിയുടെ രണ്ടാം ഭാഗത്തിൽ സംസാരിക്കുകയായിരുന്നു സി ദിവാകരൻ. എന്തിനാണ് ഈ പാർട്ടി ഭിന്നിച്ചതെന്നല്ല എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നം ഇന്നുമുണ്ട്. അതൊരു ഇതുപോലെ യാഥാർത്ഥ്യമാണ്. എന്നാലും ആ യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊള്ളുന്നില്ല. CPIയും CPMും ഒരുമിച്ച് വീണ്ടും ഒരൊറ്റ പാർട്ടിയാവുക എന്ന വിപ്ലവ കാൽപ്പനിക സ്വപ്നത്തിന്റെ സൂചനയാണ് സി ദിവാകരൻ മുന്നോട്ട് വെച്ചത്. പാർട്ടി പിളർന്നു എന്ന യാഥാർത്ഥ്യം ഇന്നും തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് സി ദിവാകരൻ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ് നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന് സി ദിവാകരൻ പറഞ്ഞത്. എന്നെ വേദനിപ്പിക്കുന്നത് മഹത്തായ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യ സമര രംഗത്ത് പോലും ഉജ്ജ്വലമായ പങ്കുവഹിച്ച ഒരു പാർട്ടി, ഒരുപാട് വിപ്ലവകാരികളെ അവരുടെ ജീവൻ ബലിയർപ്പിച്ചൊരു പാർട്ടി എന്തിന് ഈ പാർട്ടി രണ്ടായി? ആർക്ക് വേണ്ടിയാണ് ഇത് രണ്ടായത്? ആ ചോദ്യം ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എഴുതുകയും ചെയ്യും. വേറെ ബാഹ്യശക്തികളോ ആരോ ഒക്കെ ഇടപെട്ടുണ്ടായി എന്ന് ചിലപ്പോൾ സംശയം തോന്നുന്നത്. അത് വിദേശ രാജ്യങ്ങളാണോ വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണോ എന്നുവരെ എനിക്ക് സംശയമുണ്ട്. ഈ പാർട്ടി രണ്ടാകുന്നതിനെ സംബന്ധിച്ച് രണ്ടായതൊരു ദുഃഖം ആണ്. അതിൻ്റെ ദുഃഖം കേരളത്തിൽ ഇന്ന് മാറിയിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള ആലോചനയാണ് എന്നെ പലപ്പോഴും രോഷാകുലനാക്കുന്നത്. ഈ സംഭാഷണത്തിന്റെ പൂർണ്ണരൂപം ഉൾക്കൊള്ളുന്ന ട്രൂ കോളർ പരിപാടി ജൂലൈ 2 ഞായറാഴ്ച രാത്രി 9 മണിക്ക് സംപ്രേക്ഷണം ചെയ്യും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.